ഹന്ന വലിയ സങ്കടത്തിലായി. കാരണം ഈ പെണ്ണിനെ ഉപദ്രവിക്കുന്നു, കുത്തുവാക്ക് പറയുന്നു. ദൈവമാണ് ഇടവരുത്തിയത്. കാരണം കർത്താവാണ് ഗർഭം അടച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ദൈവം എതിരാണെന്ന് തോന്നും. പക്ഷെ അത് നന്മയ്ക്കാണെന്ന് പിന്നീടേ തെളിയത്തുള്ളൂ. ഏതായാലും പെണ്ണിനെതിരായിരുന്നു. പക്ഷെ ഒരു കൃപ കിട്ടി കേട്ടോ. പരീക്ഷയോടുകൂടി പോക്കുവഴി തരുമെന്ന് പറഞ്ഞ ദൈവം ഭർത്താവിലൂടെ ഒരു 10 മടങ്ങ് കൃപ അങ്ങ് കൊടുത്തു. ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, ഹന്നെ നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ പട്ടിണി കിടക്കുന്നേ? കൊച്ചില്ലാത്തതിൻ്റെ പേരിലാണോ? 10 മക്കളേക്കാൾ ഞാൻ നിനക്ക് പോരെ. ഈ ഒരു എനർജി അത് അവളെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹമായിട്ട് അവൾ ഭക്ഷണം കഴിച്ചു. നേരെ പള്ളിയിലോട്ട് പോയിരുന്ന് പ്രാർത്ഥിച്ചു. കുറേ നേരം കരഞ്ഞു, വിഷമിച്ചു. പക്ഷെ പ്രാർത്ഥിച്ചു, നേർന്നു. വിടുതലായി. ജോബിന്റെ പുസ്തകത്തിൽ പറയുകയാണെ, ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റും? അവൻ സർവശക്തനോടുള്ള ഭയം ത്യജിച്ചു കളയും. സഭയിലൊക്കെ വന്നിരിക്കുന്നവരെ, വിഷമിച്ചിരിക്കുന്നവരും കടബാധ്യതയോടെ ഇരിക്കുന്നവരും രോഗികളും, ചിലപ്പോൾ അവർ പാപികളായിരിക്കാം, ആത്മീയമായിട്ട് അത്ര ഉന്നതിയിലുള്ളവരല്ലായിരിക്കാം. പക്ഷെ സഭയിലുള്ളവനാണെങ്കിൽ നമ്മൾ ദയ കാണിക്കണം. പ്രാർത്ഥനയിൽ രഹസ്യമായിട്ടും കാണിക്കണം, പരസ്യമായിട്ടും നമ്മൾ ദയ കാണിക്കണം. അല്ലെങ്കിൽ അവൻ സർവശക്തനോടുള്ള ഭയം ത്യജിച്ചു കളയും, പക്കാ പിന്മാറ്റത്തിൽ പോവും. നമ്മുടെ മേൽ, സഭയുടെ മേൽ കുറ്റം വരും. അത് വരരുത്. ദയ കാണിക്കണം. അത് അവനെ ചാർജ് ചെയ്യും. അത് അവനെ യഥാർത്ഥ സമർപ്പണത്തിലേക്ക് കൊണ്ടുവരും. അവൻ്റെ പ്രാർത്ഥനയുടെ നിലവാരം മാറും. അവൻ ദൈവവുമായി ഉടമ്പടി ചെയ്യും.